സംസാരത്തിൽ വല്ലാത്ത തുറവി കാണിക്കുന്നവനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരു മാർപ്പാപ്പ ഇങ്ങനെയൊക്കെ പറയുമോ എന്നും ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്നും കടുത്ത കത്തോലിക്കരിൽ ആശങ്ക ഉളവാക്കുന്ന വിധം അദ്ദേഹം തുറന്ന് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഏറെ പ്രിയങ്കരമാണ്. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കാതെയോ ഉൾക്കൊള്ളാതെയോ ഒക്കെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ഉദ്ധരിക്കാറുണ്ട്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് 2005-ലും 2013-ലും നടന്ന കോൺക്ലേവുകളെ കുറിച്ച് സ്പെയിനിലെ ABC ഡെയിലിയുടെ ലേഖകൻ സേവിയർ മാർട്ടിനസ് ബ്രോക്കാലുമായി പാപ്പ നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ ചൂടപ്പം പോലെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏപ്രിൽ 3-ന് കോൺക്ലേവ് എന്ന പേരിൽ ബ്രോക്കാൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകം ആദ്യ അവസാനം മാർപ്പാപ്പയുടെ അഭിമുഖമാണ്. അതേക്കുറിച്ച് വന്ന വാർത്തകളിൽ പക്ഷേ പാപ്പ പറഞ്ഞ ചില സുപ്രധാന കാര്യങ്ങൾ പുസ്തകത്തിലുള്ളത് മറ്റ് മാധ്യമ പ്രവർത്തകർ കണ്ടില്ലെന്ന് നടിച്ചു. ബെനഡിക്ട് 16 പാപ്പയെ തിരഞ്ഞെടുത്ത 2005-ലെ കോൺക്ലേവിലും തന്നെ വലിയ മുക്കുവനായി തിരഞ്ഞെടുത്ത 2013-ലെ കോൺക്ലേവിലും പല കളികൾ നടന്നതായി അദ്ദേഹം തുറന്നു പറഞ്ഞു. കോൺക്ലേവുകളിലെ രഹസ്യം സൂക്ഷിക്കുന്നതിന് കർദിനാൾമാർ എടുക്കുന്ന പ്രതിജ്ഞ മാർപ്പാപ്പ ആയ തനിക്ക് ബാധകമല്ലാത്തതുകൊണ്ടാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നും ഫ്രാൻസിസ് പാപ്പ വിശദീകരിച്ചു. വത്തിക്കാനിലും കളികൾ നടക്കാറുണ്ട്, പക്ഷേ അവസാന തീരുമാനം എടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ഇതിൽ വത്തിക്കാനിൽ നടക്കുന്ന അന്തർനാടകങ്ങളെ കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ വലിയ വിഷയമാക്കിയവർ സഭയിൽ പക്ഷേ അവസാനം തീരുമാനമെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വാർത്താ പ്രാധാന്യം കണ്ടില്ല. 2005-ൽ ജോൺ പോൾ II പാപ്പയുടെ മരണത്തെ തുടർന്ന് നടന്ന കോൺക്ലേവിൽ ഇറ്റലിക്കാരല്ലാത്തവർ മാർപ്പാപ്പയാകുന്നത് തടയാൻ കളികൾ നടന്നിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ജർമ്മൻകാരനായ ജോസഫ് റാറ്റ്സിംഗർ പാപ്പയാകുന്നത് തടയാനായിരുന്നു ആദ്യത്തെ കളി. അതിനായി കളി നടത്തിയ കർദിനാൾമാർ തന്നെയും കരുവാക്കി. തന്നെ മുന്നിൽ നിർത്തി റാറ്റ്സിംഗറെ വെട്ടാനാണ് കരുക്കൾ നീക്കപ്പെട്ടത്. അങ്ങനെ രണ്ടാം റൗണ്ടിൽ തനിക്ക് 115-ൽ 40 വോട്ട് കിട്ടി. രണ്ടാം റൗണ്ട് വോട്ടിങ്ങിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിയ താൻ 2005 ഏപ്രിൽ 19-ന് കൊളംബിയയിൽ നിന്നുള്ള 2018-ൽ കാലം ചെയ്ത കർദിനാൾ ഡാരിയോ കാസ്ട്രലോനോട് പറഞ്ഞു, കളി വേണ്ട, ഞാൻ മാർപ്പാപ്പയാകുവാൻ പറ്റില്ലെന്ന് പറയും. അതോടെ അക്കളി പൊളിഞ്ഞു. റാറ്റ്സിംഗർ തിരഞ്ഞെടുക്കപ്പെട്ടു. ബെനഡിക്ട് 16-നായി. ബെനഡിക്ട് 16-ന്റെ തിരഞ്ഞെടുപ്പിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കളിയൊന്നും നടക്കില്ല, ഇവിടെ ഭരിക്കുന്നത് ഞാനാണ്. അദ്ദേഹമാണ് അന്ന് പാപ്പ ആകേണ്ടിയിരുന്നത്. ലോകത്ത് ആകെ പറന്നു നടന്ന ജോൺ പോൾ II പാപ്പയുടെ 27 വർഷത്തെ എല്ലാം ഇളക്കി മറിച്ച ഭരണത്തിന് ശേഷം സഭയ്ക്ക് വേണ്ടിയിരുന്നത് ശാന്തനായ ഒരു ഇടക്കാല പാപ്പയെയാണ്. ഞാനും വോട്ട് ചെയ്തത് റാറ്റ്സിംഗർക്കാണ്. അന്ന് എന്നെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ വല്ലാത്ത പുകിലാകുമായിരുന്നു. അന്ന് എന്റെ ശൈലി തീർത്തും അസാധ്യമായിരുന്നു. അന്ന് സഭയ്ക്ക് അന്ന് വേണ്ടിയിരുന്ന പുതിയ ശൈലി റാറ്റ്സിംഗർ നൽകി. അദ്ദേഹത്തിനും കാര്യങ്ങൾ സുഗമമായിരുന്നില്ല. വത്തിക്കാന്റെ ഉള്ളിൽ നിന്നും വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല തനിക്ക് 40 പേർ വോട്ട് ചെയ്തതെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. റാറ്റ്സിംഗറെ തട്ടി ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി മൂന്നാമനെ കൊണ്ടുവരാനായിരുന്നു അവരുടെ നീക്കം. റാറ്റ്സിംഗർ വരുന്നതിൽ താല്പര്യം ഇല്ലാതിരുന്നവർ തന്നെ ഉപയോഗിച്ചു എന്ന് മാത്രം. ബെനഡിക്ട് 16-ന്റെ സ്ഥാനത്യാഗത്തെ തുടർന്ന് 2013-ൽ നടന്ന കോൺക്ലേവിലും കളികൾ നടന്നു. ആരോഗ്യ പ്രശ്നം പറഞ്ഞ് തന്നെ ഒഴിവാക്കുവാൻ നോക്കി. തനിക്ക് പ്രശ്നസങ്കീർണമായ സഭയെ നയിക്കുവാൻ വേണ്ട ശാരീരിക ആരോഗ്യം ഇല്ലെന്നായിരുന്നു പ്രചരണം. 2013 മാർച്ച് 13-ലെ ഫൈനൽ ബാലറ്റിന് മുമ്പ് സ്പെയിനിൽ നിന്നുള്ള കർദിനാൾ സാന്തോസ് അബ്രൽ കാസ്റ്റല്ലോ ഓടി തന്റെ അടുത്തു വന്നു. അദ്ദേഹം ചോദിച്ചു, തിരുമേനി, അങ്ങേക്ക് ഒരു ശ്വാസകോശം ഇല്ലേ? ഞാൻ വളരെ കൂളായി പറഞ്ഞു, ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് എന്റെ ശ്വാസകോശങ്ങളിൽ ഒന്നിന്റെ ഒരു ഭാഗം 50 കൊല്ലം മുമ്പ് നീക്കം ചെയ്തതാണ്. അവസാന നിമിഷത്തെ ഓരോ കളികൾ കർദിനാൾ അബ്രിൽ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടു. ബെനഡിക്ട് പാപ്പയുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ച ഫ്രാൻസിസ് പാപ്പ ആ ബന്ധത്തെ പ്രകാശപൂരിതമായ നാളുകളായി ചിത്രീകരിച്ചു. ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഒരു മുത്തശ്ശനായിരുന്നു അദ്ദേഹം. എനിക്ക് എപ്പോഴും ഉപദേശം തേടി എത്താവുന്ന പ്രിയപ്പെട്ടവൻ. ഏത് വിഷയത്തെക്കുറിച്ചും ഞങ്ങൾ തുറന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായുള്ള എന്റെ ബന്ധം മോശമാണെന്ന് വരുത്തി തീർക്കാൻ നീക്കങ്ങൾ നടന്നു. അദ്ദേഹത്തെക്കുറിച്ച് പല കഥകളും പ്രചരിപ്പിച്ചു. 2022 ഡിസംബർ 31-ന് അദ്ദേഹം കാലം ചെയ്തു. 2023 ജനുവരി 5-ന് തന്റെ മുൻഗാമിയുടെ മൃതസംസ്കാരത്തിന്റെ നേതൃത്വം വഹിച്ചു.
മുൻഗാമിയുടെ സംസ്കാര ശുശ്രൂഷ നടത്താനായ ഏക പാപ്പ താനാകുമെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അന്ന് താൻ നടത്തിയ പ്രസംഗം കുർബാനയ്ക്കിടയിലെ പ്രസംഗമായിരുന്നു. അത് വല്ലാതെ വരണ്ടതായെന്നും ബെനഡിക്ട് പാപ്പയെ കുറിച്ചുള്ള നല്ല വാക്കുകൾ കുറവായിരുന്നുവെന്നും ആക്ഷേപം വന്നു. ബെനഡിക്ട് പാപ്പയുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്നതിനുള്ള സമയമായിരുന്നില്ല അത്, അദ്ദേഹം പറഞ്ഞു. ബെനഡിക്ട് 16 പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജർമ്മൻകാരൻ ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിൻ തനിക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. ബെനഡിക്ട് പാപ്പയോടൊപ്പം വിശ്രമ ജീവിതത്തിലേക്ക് പോയ അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ കാര്യങ്ങൾ നോക്കുന്ന പ്രിഫെക്റ്റിന്റെ ചുമതലയാണ് താൻ കൊടുത്തത്. മാർപ്പാപ്പയെ കാണുന്നവരെ നിശ്ചയിക്കുക, മാർപ്പാപ്പയുടെ പരിപാടികൾ ക്രമീകരിക്കുക തുടങ്ങിയ ദൗത്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹം അവിടെ ഇരുന്ന് തനിക്കെതിരെ പലതും ചെയ്തു. ആമസോണിൽ വൈദിക ക്ഷാമം കണക്കിലെടുത്ത് വിവാഹിതരായ വൈദികരെ അനുവദിക്കുന്ന കാര്യം 2020 താൻ ആലോചിച്ചു. അപ്പോൾ ആരാധനാക്രമത്തിനുള്ള തിരുസംഘത്തിന്റെ പ്രിഫെക്റ്റായിരുന്ന കർദിനാൾ റോബർട്ട് സെറയും ബെനഡിക്ട് പാപ്പയും ചേർന്നുള്ള പുസ്തകം അദ്ദേഹം പുറത്തിറക്കി. അതിൽ പൗരോഹിത്യ ബ്രഹ്മചര്യം തോന്നിവാസം മാറ്റാനുള്ളതല്ല തുടങ്ങിയ ആശയങ്ങൾ ഉണ്ടായിരുന്നു. പഴയ പാപ്പ പുതിയ പാപ്പയെ സ്വാധീനിക്കാൻ നോക്കുന്നു എന്നും മറ്റും വരെ അതേക്കുറിച്ച് വാർത്തകൾ വന്നു. സാറ നല്ല മനുഷ്യനാണ്, വിഭാഗീയ ചിന്തക്കാർ അദ്ദേഹത്തെ വഴിതെറ്റിച്ചിരിക്കും, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ആ സംഭവം ഉണ്ടായതോടെ ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിൻ സ്വയം അവധിയിൽ പ്രവേശിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിനുള്ള ശമ്പളം തുടരാൻ വേണ്ടി മാത്രം പേപ്പൽ ഹൗസ് ഹോൾഡിന്റെ പ്രിഫെക്ട് സ്ഥാനം രേഖകളിൽ നിലനിർത്തി. അദ്ദേഹം ഫ്രാൻസിസ് വിരുദ്ധ പ്രവർത്തനം തുടർന്നു. 2022 ഡിസംബർ 31 ബെനഡിക്ട് പാപ്പ മരിച്ച ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് സത്യം മാത്രം ഇറക്കി. അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്ന ജനുവരി 5 പുസ്തകം എല്ലാവർക്കും കിട്ടി. മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് 2023 ഏപ്രിലിൽ അദ്ദേഹത്തോട് വത്തിക്കാൻ സിറ്റിയിലെ താമസം ഒഴിച്ച് സിറ്റിക്ക് പുറത്തേക്കോ ജന്മനാട്ടിലേക്കോ പോകണം എന്ന് നിർദ്ദേശിച്ചു. 67-കാരനായ ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിൻ ജന്മനാട്ടിലേക്ക് തിരിച്ചുപോയി. 2023 ജൂൺ 15 വത്തിക്കാൻ പ്രസ് ഓഫീസ് പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ 2023 ഫെബ്രുവരി 28 ആയിരുന്നു ഗ്വാൻസിന്റെ അവസാനത്തെ പ്രവൃത്തി ദിനം എന്ന് വെളിപ്പെടുത്തിയിരുന്നു. 2023 ജൂലൈ 1 ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിൻ അദ്ദേഹത്തിന്റെ മാതൃരൂപതയായ ഫ്രൈബർഗിലേക്ക് തിരിച്ചുപോകാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ ജീവിക്കുന്നു. കോൺക്ലേവ് പുസ്തകത്തിന്റെ ഒരു അധ്യായം പുറത്തുവിട്ടതിനെ തുടർന്ന് ലോകമാധ്യമങ്ങളിൽ വന്ന കഥകളാണിത്. വത്തിക്കാനിലെ കളികളെക്കുറിച്ച്, അതും പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ നടക്കുന്ന കളികളെക്കുറിച്ച് പാപ്പ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ. അപ്പോൾ എല്ലാം കളികളാണല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവും പാപ്പ പറയുന്നു. കളിക്കുന്നവർ ജയിക്കാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളിലെ അക്കാര്യം മിക്കവാറും പേർ ഉദ്ധരിച്ചില്ല. അതാണ് കൗതുകകരം. തിരുവനന്തപുരം സ്വദേശി ആയുർവേദ ഡോക്ടറായ ദേവി ബാലൻ 40, അവരുടെ ഭർത്താവ് കോട്ടയംകാരനും ക്രൈസ്തവ കുടുംബാംഗവുമായ ആയുർവേദ ഡോക്ടറുമായ നവീൻ തോമസ് 40, ദേവിയുടെ അയൽക്കാരിയും തലസ്ഥാനത്തെ പ്രമുഖ വിദ്യാലയത്തിൽ ഫ്രഞ്ച് അധ്യാപികയുമായ ആര്യ 29 എന്നിവർ അരുണാചലിലെ ജിറയിൽ ലോവർ സുബാൻസുരിയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട വാർത്ത വലിയ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കുടുംബം എന്ന് പറഞ്ഞ് ഹോട്ടലിലെത്തിയ അവർ ആര്യ മകളാണെന്നാണ് ഹോട്ടലിൽ പറഞ്ഞ് മുറിയെടുത്തത്. 3 പേരുടെയും കൈകളിലും കഴുത്തിലും ഞരമ്പുകൾ മുറിച്ച് രക്തം ചോർത്തി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. രക്തം വാർന്നാണ് 3 പേരും മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നവീന്റെ കരങ്ങളിലെ മുറിവ് ആഴം കുറഞ്ഞതായിരുന്നു. മറ്റുള്ളവരുടെ കഴുത്തിലെ മുറിവുകൾ ആഴമുള്ളതായിരുന്നു, പോലീസ് വെളിപ്പെടുത്തി. വാതിൽ അകത്തു നിന്നും അടച്ച് പ്രകാശം പോലും പുറത്തു പോകാതെ വാതിലിന്റെ അടി തുണി ചുരുട്ടി വെച്ച് അടച്ച ശേഷമാണ് ഇതെല്ലാം നടന്നത്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് ഇവർ കഴിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നു. മുറിയിലെ മേശപ്പുറത്തിരുന്ന പ്ലേറ്റിൽ കുറെ മുടി മുറിച്ചു വെച്ചിരിക്കുന്നു. സാമാന്യം സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് മൂവരും. കടബാധ്യതകൾ ഇല്ലെന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും മൂവരും ഒപ്പിട്ട ആത്മഹത്യാക്കുറിപ്പും മുറിയിൽ ഉണ്ടായിരുന്നു. മരിച്ചവർ അവസാനമായി ഇന്റർനെറ്റിൽ നടത്തിയ സെർച്ചുകളും ആത്മഹത്യാക്കുറിപ്പും ബന്ധുക്കൾ പോലീസിന് കൊടുത്ത വിവരങ്ങളും എല്ലാം നൽകുന്ന സൂചന ദുർമന്ത്രവാദത്തിന്റെ പിടിയിലായിരുന്നു 3 പേരും എന്ന സംശയം വളർത്തുന്നതായി പോലീസ് വെളിപ്പെടുത്തി. ദുർമന്ത്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ വെളിച്ചത്തിലാണ് ഇവർ ജീവിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു.
അന്യഗ്രഹ ജീവികളെ കുറിച്ചെല്ലാമാണ് അവർ നെറ്റിൽ സെർച്ച് ചെയ്തത്. ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന 500,000 പേജുള്ള വലിയ പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തതായി കണ്ടു. ചില ആരാധനകളിലൂടെയുള്ള നിർവ്വാണമാണ് ഇവർ തിരഞ്ഞിരിക്കുന്നത്. ജീവിത വിരക്തി, സമൂഹത്തോടുള്ള താല്പര്യക്കുറവ് തുടങ്ങിയ ആശയങ്ങൾ അവസാന കാലത്ത് ഇവരെ നയിച്ചിരുന്നതായി ബന്ധുക്കൾ ഓർമ്മിക്കുന്നു. മെയ് മാസത്തിൽ വിവാഹം നിശ്ചയിച്ചിരുന്ന കുട്ടിയാണ് ആര്യ. 1.5 വർഷമായി പലപ്പോഴും മുറിയടച്ചിരിക്കുന്ന ശീലമുണ്ടായിരുന്നു നവീന് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ദൈവവിശ്വാസികൾ ഒന്നിക്കണം. ഈ ദുരന്തത്തെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും കലാകാരനുമായ സൂര്യകൃഷ്ണമൂർത്തി നടത്തിയ പ്രതികരണം കേരളത്തിലെ ദൈവവിശ്വാസികൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. വളരെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്, അദ്ദേഹം പറഞ്ഞു. ഇവിടെ മാത്രമല്ല, ഈയിടെ അമേരിക്കയിൽ പോയപ്പോൾ അവിടെയും ഇതുപോലെ ഒരു സംഭവം നടന്നത് അറിഞ്ഞു. ഇവിടെ ഒരു ഹിന്ദു കുടുംബമാണ് ഇരയായതെങ്കിൽ അവിടെ ഇരയായത് ക്രൈസ്തവ കുടുംബമാണ്. അവിടെ പ്രവർത്തിക്കുന്ന ആന്റി ജീസസ് ദുർമന്ത്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ടവരായിരുന്നു മരിച്ചത്. ഇക്കൂട്ടരുടെ തീർത്ഥം രക്തമാണ്. കേരളത്തിലെ ധാരാളം യുവാക്കൾ ഈ കെണിയിൽ വീട് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഇങ്ങനെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഇതിൽ പെട്ടുപോയ ഇരകളെ രക്ഷിക്കുവാൻ എല്ലാ ദൈവവിശ്വാസികളും സഹകരിക്കണം. അതായത് സാത്താനെതിരെ ദൈവവിശ്വാസികളുടെ ഒരു പോരാട്ടം ഉണ്ടാവണം എന്ന് സൂര്യകൃഷ്ണമൂർത്തി ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ ഒരു പോരാട്ടം. കൃഷ്ണമൂർത്തിയുടെ സുഹൃത്തിന്റെ മകളാണ് ദേവി. നല്ല കുട്ടി. ദേവിക്കും നവീനും ഏതാനും കാലമായി ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ബാലൻ സൂചിപ്പിച്ചതായി കൃഷ്ണമൂർത്തി പറഞ്ഞു. തലസ്ഥാനത്തെ സ്വകാര്യ ആയുർവേദ കോളേജിൽ സഹപാഠികളായിരുന്നു നവീനും ദേവിയും. 14 വർഷം മുമ്പ് പ്രണയവിവാഹം കഴിച്ചവർ. കുട്ടികൾ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തായിരുന്നു അവർ മിക്കവാറും താമസിച്ചിരുന്നത്. തലസ്ഥാനത്തെ ആയുർവേദ റിസോർട്ടിൽ ഏതാനും കാലം ജോലി ചെയ്തെങ്കിലും അടുത്ത കാലത്തായി അവർ ആയുർവേദം പ്രാക്ടീസ് ചെയ്യാറില്ല. ദേവി തലസ്ഥാനത്തെ ഒരു സ്കൂളിൽ ഏതാനും കാലം ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്നു. സ്കോളർഷിപ്പിലൂടെ ജർമ്മനിയിൽ പോയാണ് ദേവി ജർമ്മൻ പഠിച്ചത്. അതായത് പഠനത്തിലും മറ്റും സമർത്ഥയായിരുന്നു അവൾ. കോവിഡ് കാലത്ത് ആ ജോലിയും ഉപേക്ഷിച്ചു. നവീൻ ഓൺലൈൻ ട്രേഡിംഗും കേക്ക് നിർമ്മാണത്തിലും സജീവമായിരുന്നു. വരുമാന മാർഗം എന്നതിനപ്പുറം നവീന് കേക്ക് നിർമ്മാണം ഒരു പാഷനായിരുന്നു എന്നാണ് കൃഷ്ണമൂർത്തി പറയുന്നത്. ബേക്കറി നടത്തിയിരുന്നു ഈ ആയുർവേദ ഡോക്ടർ. ചില ദിവസം ഒരു കേക്കാവും ഉണ്ടാക്കുക. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ, നല്ല വിദ്യാഭ്യാസ യോഗ്യത, മികച്ച സാമ്പത്തിക സൗകര്യം. സാത്താന്റെ ദുർമന്ത്രവാദത്തിന്റെ കെണിയിൽ വീഴുന്ന നമ്മുടെ കുട്ടികളുടെ ചിത്രം ആരെയാണ് ഭയപ്പെടുത്താത്തത്? കേരളത്തിൽ ആദ്യ സംഭവമല്ല ഈ മരണം. 2017 അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും അടക്കം 4 പേരുടെ ആത്മാക്കളെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി കൊന്ന കേഡൽ ജിൻസൺ രാജ എന്ന യുവാവ് ഇപ്പോൾ വിചാരണ തടവുകാരനായി പൂജപ്പുര ജയിലിൽ കിടക്കുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി 2 സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഇലന്തൂർ നരബലി കേസിലെ മുഹമ്മദ് ഷാഫി, ഭഗവൽ സിംഗ്, ലൈല എന്നിവർ 2022 ഒക്ടോബറിൽ പോലീസ് പിടിയിലായി ജയിലിലുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾക്കായി 2016 ഒരു പിഞ്ചുകുഞ്ഞിനെയും 2023 മുത്തശ്ശനെയും കൊന്ന കട്ടപ്പന ഇരട്ടക്കൊല കേസും ഇത്തരത്തിലുള്ളതാണ്. മോഷണ കേസിൽ മുത്തശ്ശന്റെ മകൻ വിജയന്റെ മകൻ വിഷ്ണുവിനെയും മന്ത്രവാദ പശ്ചാത്തലമുള്ള സുഹൃത്ത് നിതീഷിനെയും പിടികൂടിയതോടെയാണ് കേസ് പുറം ലോകം അറിയുന്നത്. വണ്ണപ്പുറത്ത് കൃഷ്ണൻ, ഭാര്യ സുശീല, മക്കൾ ആർഷ, അർജുൻ എന്നിവരെ കൊന്ന് ചാണകക്കുഴിയിൽ മൂടിയ കൃഷ്ണന്റെ ശിഷ്യൻ അനീഷ് അടക്കം 4 പേരുടെ കഥ പറയുന്ന കമ്പക്കാനം ഇരട്ടക്കൊല കേസും കേരളത്തെ അമ്പരപ്പിച്ചതാണ്. തിരുവനന്തപുരം മുതൽ നാട്ടിൽ എല്ലായിടത്തും ഇത്തരക്കാർ വല പടർത്തിയിരിക്കുന്നു. ഇലന്തൂർ കേസിലെ നാളുകളിൽ അനാചാരങ്ങൾക്കെതിരായ ഒരു നിയമനിർമ്മാണം നടത്തുവാൻ സർക്കാർ ആലോചിച്ചിരുന്നു. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ സമിതി 2019 സർക്കാരിന് ഇത്തരം ഒരു കരട് ബിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇലന്തൂർ നരബലി കേസ് വിവാദമായ കാലത്ത് ഇത്തരം ഒരു ബില്ല് സർക്കാർ പ്രസിദ്ധീകരിച്ചു. സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ബില്ല് മതപരമായ ആചാരങ്ങളെയും ബാധിക്കും എന്ന ആക്ഷേപം വന്നതുകൊണ്ട് ബില്ല് സർക്കാർ ആ ജൂലൈയിൽ പിൻവലിച്ചു. പിന്നെ അനക്കമില്ല. അനാചാരങ്ങൾ പിന്തുടരുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 7 വർഷം തടവും 50,000 രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ബില്ല്. ഇത്തരം നിയമനിർമ്മാണത്തെക്കാൾ യഥാർത്ഥ ദൈവവിശ്വാസികളുടെ ആത്മീയ പോരാട്ടമാണ് ഇതിനെതിരെ ഉണ്ടാവേണ്ടത്.
ഉപവാസവും പ്രാർത്ഥനയും വഴിയല്ലാതെ ഈ വർഗത്തെ പുറത്താക്കാനാവില്ലെന്ന ഈശോയുടെ വാക്കുകൾ വിശ്വസിക്കുന്ന ക്രൈസ്തവരെങ്കിലും ഈ ദുരവസ്ഥയെ ഗൗരവമായി കണ്ട് ഉണരേണ്ടതുണ്ട്. വിളക്കുകൾ എല്ലാം കെടുന്നതുവരെ കാത്തിരിക്കരുത്. നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാനുള്ള വലിയ അവസരമാണിത്. ആരോടും പകയില്ലാത്ത ഒരു ആത്മീയ പോരാട്ടം. എല്ലാ സമൂഹത്തിന്റെയും ഐശ്വര്യത്തിന് ഇത്തരമൊരു പോരാട്ടം അനിവാര്യമാണ്. അത് ഭൗതിക കാര്യങ്ങൾക്ക് പോലും വേണം. അതില്ലാത്തതിന്റെ ദൂഷ്യങ്ങളാണ് നാം കാണുന്നത്. നല്ല പദ്ധതികൾ പോലും മുടങ്ങുന്നത് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു. സാത്താൻ കെണി ഒരുക്കുന്നത് എത്രയോ വഴികളിലൂടെ. ദൈവവിശ്വാസികൾ മാപ്പുസാക്ഷികളാകുന്ന നിസ്സംഗത ഉണ്ടാക്കുന്നത് വലിയ ദുരന്തമാവും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്കായി 2023-24 ബജറ്റിലുള്ള പാക്കേജിൽ നിന്നും 40 സ്കൂളുകളെ ഒഴിവാക്കിയ നടപടി മനുഷ്യത്വരഹിതമാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കരയാൻ പോലും സാധിക്കാത്ത ആ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നവരോട് കാണിക്കേണ്ട മനുഷ്യത്വം സർക്കാർ കാണിച്ചില്ല. 18 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിന് 18 വയസ്സൊക്കെ കഴിയും എന്നിരിക്കെ ഇക്കൂട്ടരെ സർക്കാർ സഹായത്തിൽ നിന്നും ഒഴിവാക്കുന്നത് നീതിയല്ല. 18 വയസ്സിൽ താഴെയുള്ളവരായ 20 കൂടുതലോ കുട്ടികളുള്ള സ്കൂളുകൾക്ക് സഹായം നൽകുന്നതിനുള്ള സർക്കാർ തീരുമാനം മാനുഷികമാണ്. 237 സ്കൂളുകൾക്ക് പ്രയോജനം ലഭിക്കും. സർക്കാർ കുറെ കൂടി മനുഷ്യത്വവും ആർദ്രതയും കാണിക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് ഒരു രോഗിയെ ഉപദ്രവിച്ച കേസിൽ പ്രതിയായ ഇടത് യൂണിയൻ പ്രവർത്തകനെതിരെ സാക്ഷി പറഞ്ഞതിന് സ്ഥലം മാറ്റപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് ഹൈക്കോടതി പറഞ്ഞിട്ടും നിയമന ഉത്തരവ് നൽകാത്ത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കാണിക്കുന്ന അനീതിക്ക് സർക്കാർ ഉത്തരം പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലം ആയിട്ട് പോലും അനിതയ്ക്ക് നിയമനം കൊടുക്കാതിരിക്കുവാൻ കാണിക്കുന്ന ധാർഷ്ട്യം കോഴിക്കോട്ടെ ജനങ്ങൾ തിരിച്ചറിയണം. ICUവിൽ വെച്ച് പോലും പീഡിപ്പിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്ന സംവിധാനം നാടിന് ആപത്തോ നന്മയോ എന്ന് തിരിച്ചറിയണം. പാർട്ടി അടിമകളാക്കപ്പെട്ടവരല്ലാത്ത ജനമാണ് പ്രതികരിക്കേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിക്കാരെ തല്ലിയ കുട്ടി സഖാക്കൾക്ക് സംരക്ഷണം കൊടുത്തവരാണ് ഈ സർക്കാരും പോലീസും എന്ന് കൂട്ടി വായിക്കുക. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരുന്ന പരസ്യമാണ് ഏപ്രിൽ 2 ഇംഗ്ലീഷ് പത്രത്തിൽ KPCC അധ്യക്ഷൻ MM ഹസൻ കൊടുത്തത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ 18 ക്രിമിനൽ കേസുകൾ. അതിൽ 11 അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾക്ക്. ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇതിലധികം തെളിവ് എന്തിനാ? ഈ കേസുകളെല്ലാം ഓരോ വ്യക്തികളുടെ വകയാണ്. ഓരോ കോടതിയിൽ കൊടുക്കുന്നു. അതിൽ ഏറ്റവും കൗതുകകരമാണ് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യക്കെതിരായ കേസ്. ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. ബിസിനസ്സുകാരനായ ഗിരീഷ് ഭരദ്വാജ് ആണ് പരാതിക്കാരൻ. സ്വാർത്ഥ നടപടിയാണെന്നും അത് സമാധാനം നശിപ്പിക്കുമെന്നും അതുകൊണ്ട് പേര് വിലക്കണം എന്നുമാണ് ഹർജി. ഭരദ്വാജ് ആദ്യം സമീപിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആയിരുന്നു. അവർ ഇടപെടില്ലെന്ന് പറഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഓഗസ്റ്റിൽ സമീപിച്ചെങ്കിലും ഇതുവരെ തീരുമാനമായില്ല. ഏപ്രിൽ 10 മുൻപ് തീരുമാനിക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജഗമോഹൻ അധ്യക്ഷനായ ബെഞ്ച് ഉറപ്പുകൊടുത്തിരിക്കുകയാണ്. എന്തെല്ലാം വിചിത്രമായ കേസുകൾ! ഇവിടെ വിധി പ്രതികൂലമായാൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകുമായിരിക്കും. 2024 ഏപ്രിൽ ഫൂൾ ദിനത്തിൽ മുസ്ലിം തീവ്രവാദി സംഘടനയെന്ന് കരുതപ്പെടുന്ന SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വല്ലാത്ത ഒരു ഉൾവിളി കിട്ടിയ പോലെ മാധ്യമപ്രവർത്തകരെ കണ്ടു പറഞ്ഞു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പിന്തുണ കോൺഗ്രസിനായിരിക്കും. എന്തേ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്ന് എല്ലാ മുന്നണികളും ആലോചിച്ചു. മതേതരക്കാരുടെ എത്ര അടുത്ത കുപ്പായം അവർ ധരിച്ചാലും ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആലപ്പുഴയിലെ അവരുടെ പ്രകടനത്തിലെ കൊച്ചു കുഞ്ഞിന്റെ മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യങ്ങളാണ്. അവലും മലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ. ആ വാക്കുകൾ തുടിപ്പിക്കുന്ന ഭീഷണിയും സന്ദേശവും കൃത്യമായി ഉൾക്കൊണ്ടവരാണ് മലയാളികൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് അതിലുണ്ടായിരുന്നവരെല്ലാം ചേക്കേറിയ പ്രസ്ഥാനമായാണ് SDPI കണക്കാക്കപ്പെടുന്നത്.
ഏതായാലും നിരുപാധികം കിട്ടിയ പിന്തുണ രാഷ്ട്രീയ നേട്ടങ്ങളെക്കാൾ ദോഷമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് മൂന്നാം പക്കം പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ചു. തികച്ചും ബോധപൂർവമായ രാഷ്ട്രീയ തീരുമാനം. SDPIയുടെ ശക്തിയെക്കുറിച്ച് അവർ എത്ര അവകാശവാദം ഉന്നയിച്ചാലും അവർക്ക് മുസ്ലിം സമൂഹത്തിൽ കാര്യമായ വേരോട്ടം ഇല്ലെന്ന് ആദ്യം പറയുന്നത് മുസ്ലിം ലീഗാവും. ലീഗിന് അവരെ എങ്ങനെ അംഗീകരിക്കാനാവും? എങ്കിലും ജനാധിപത്യ മുന്നണി വെട്ടിലാണ്. വോട്ട് വേണ്ടെന്ന് പറയുന്നത് എങ്ങനെ? 1996 കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് വേണ്ട എന്ന് തുറന്നടിച്ച ആര്യാടൻ മുഹമ്മദ് ഇന്നില്ലല്ലോ. കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലുള്ള ഏതാണ്ട് 9000 പഞ്ചായത്ത് മെമ്പർമാരിൽ 100-ലധികം പേരുള്ള പാർട്ടിയാണ് SDPI. 2014 20 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. 5 കാസർഗോഡ്, കണ്ണൂര്, വടകര, പൊന്നാനി, ചാലക്കുടി. ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെക്കാൾ വോട്ട് നേടി. 10 BJPക്ക് പിന്നിൽ 4ാം സ്ഥാനത്തെത്തി. 2019 2 മാത്രം 10,000-ലേറെ വോട്ട് കിട്ടി. പൊന്നാനിയിൽ 18,114, മലപ്പുറത്ത് 47,853, വടകരയിൽ 15,088 വോട്ട് കിട്ടി. 2019 10 ലോക്സഭാ സീറ്റിൽ മത്സരിച്ച അവർക്ക് ഒരിടത്തും ശക്തി പ്രകടിപ്പിക്കാനായില്ല. ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കുറവായിരുന്നു അവർക്ക് ലഭിച്ച മൊത്തം വോട്ട്. ഇത്തവണയും നിർണായക സ്വാധീനമാകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് സ്വന്തം സ്ഥാനാർത്ഥികളെ വേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നു. പരസ്യമായ ബന്ധത്തിന് ഇരു മുന്നണിയും ഇനിയും തയ്യാറായിട്ടില്ലെങ്കിലും പലയിടത്തും ഇവരുടെ കൂടി വോട്ട് മേടിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഈ മാർച്ച് 20 കോഴിക്കോട് SDPIക്കാർ നടത്തിയ ഇഫ്താർ വിരുന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവനും CPM സ്ഥാനാർത്ഥി ഇളമരം കരീമും CPM നേതാവ് KT കുഞ്ഞിക്കണ്ണനും അടക്കം പല പ്രമുഖരും പങ്കെടുത്തതായാണ് വാർത്ത. 2014 മുതൽ ഒറ്റയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് SDPI. ഇക്കുറിയും ഫെബ്രുവരിയിൽ കേരളത്തിലുടനീളം ജനമുന്നേറ്റ ജാഥ നടത്തി അണികളെ ഇളക്കിയതാണ്. എന്നിട്ടും ഏപ്രിൽ 1 മൗലവി പറഞ്ഞു, ഇക്കുറി ഞങ്ങൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒപ്പമായിരിക്കും. ജനാധിപത്യ മുന്നണിയുമായി ഒരു ചർച്ചയും നടത്താതെ നിരുപാധികം നൽകുന്ന പിന്തുണ പ്രഖ്യാപനമായിരുന്നു തങ്ങളുടേത് എന്ന് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി തന്നെ പറഞ്ഞു. അങ്ങനെ ഒന്നും കാണാതെ ഇത്രയും വലിയ കാര്യം ചെയ്യുമോ എന്ന് കേട്ടവർ ചോദിക്കുന്നു. കൃത്യസമയത്ത് വളയമോടിക്കുവാൻ അറിയുന്നവരാണ് ഇക്കൂട്ടർ എന്നതും ചരിത്രം. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് മുന്നണിക്ക് കേരളത്തിൽ വോട്ട് ചെയ്യണമെന്ന് അണികളോടും ജനങ്ങളോടും മൗലവി അഭ്യർത്ഥിച്ചു. മൗലവി പറഞ്ഞ കാരണം ഇതാണ്: BJP വിരുദ്ധ മുന്നണിക്ക് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ കേരളത്തിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഇടതുമുന്നണിക്ക് ഒരിക്കലും ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാത്തിടത്ത് പ്രാദേശികമായി പിന്തുണച്ചിരിക്കാം എന്നും മൗലവി വെളിപ്പെടുത്തി. പ്രഖ്യാപിതമായി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രമുള്ള പാർട്ടി. ഞങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ദേശീയ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ തീരുമാനം, അദ്ദേഹം വിശദീകരിച്ചു. മൗലവിയുടെ വാക്കുകൾ അത്ര നേരല്ലെന്ന് തമിഴ്നാട്ടിലെ സത്യം തെളിയിക്കും. അവിടെ അവർ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമല്ല മത്സരിക്കുന്നത്. അവിടെ അണ്ണാ DMKക്കൊപ്പം ചേർന്ന ഇന്ത്യ മുന്നണിക്കെതിരെ ഡിണ്ടിഗലിൽ അവരുടെ സ്ഥാനാർത്ഥി മുന്നണിയായി മത്സരിക്കുന്നു. മുസ്ലിം തീവ്രവാദ സംഘടനയെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഇവർ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നൽകിയ പിന്തുണ ദേശീയ തലത്തിൽ BJPക്ക് ഒരു ദോഷവും വരുത്തില്ല എന്നതു മാത്രമല്ല, ദേശീയ തലത്തിൽ വലിയ സഹായമാവും ചെയ്യുക. കാരണം ഒരിടത്തും ഒരു SDPക്കാരന്റെയും വോട്ട് അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർക്ക് കിട്ടുകയുമില്ല. എന്നാൽ ഇന്ത്യ മുന്നണി മുസ്ലിം തീവ്രവാദികൾക്കൊപ്പം എന്ന പ്രചരണവും SDPIക്കാർ ആലപ്പുഴയിൽ മുഴക്കിയ മുദ്രാവാക്യങ്ങളുടെ ഓഡിയോയും വടക്കേ ഇന്ത്യയിൽ BJPക്ക് നന്നായി കച്ചവടം ചെയ്യാനാവും. അതായത് ദേശീയ തലത്തിൽ 10 വോട്ടെങ്കിലും അവർക്ക് കൂടുതൽ കിട്ടാൻ ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് മൗലവിയുടെ ഈ പരസ്യ പ്രസ്താവന BJPക്ക് വേണ്ടി നടത്തിയതല്ലേ എന്ന് സംശയിക്കുന്നവരുണ്ട്. പരസ്യമായി നാക്കുകൊണ്ടും കൈകൊണ്ടും വല്ലാതെ ആക്രമിക്കുമ്പോഴും പലരും തമ്മിൽ നിലനിർത്തുന്ന രഹസ്യബന്ധങ്ങളെക്കുറിച്ച് അറിയുന്നവരാണല്ലോ ജനം. കോൺഗ്രസിന്റെ തീവ്രവാദ സഖ്യം പുറത്താകുന്നു. BJP ദേശീയ നിർവാഹക സമിതി അംഗം
PK കൃഷ്ണദാസ് SDPI പിന്തുണയെക്കുറിച്ച് കുറ്റപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമാണ് തീവ്രവാദ സംഘടനയുമായി തെരഞ്ഞെടുപ്പ് മുന്നണി ഉണ്ടാക്കുന്നത്, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്തുണ നിരസിച്ചതോടെ BJPക്ക് വലിയ നിരാശയായി കാണും. മുസ്ലിം പ്രീണനത്തിനായി ജില്ലതോറും ഗാസ തീവ്രവാദികളെ അനുകൂലിച്ചും പൗരത്വ നിയമത്തെ എതിർത്തും പ്രകടനം നടത്തിയ CPMന് കരണത്തേറ്റ അടിയാണിതെന്ന് ചിത്രീകരിക്കുന്നവർ ഉണ്ടെങ്കിലും കോൺഗ്രസിൽ നിന്നും കുറെ പേർ കൂടി അകറ്റുവാൻ പിണറായി തന്നെ ക്രമീകരിച്ച പാവകളിയാണിതെന്നും പറയുന്നവരുണ്ട്. മുസ്ലിം സമൂഹത്തെ അതുകൊണ്ടൊന്നും കൂടെ നിർത്താനാവില്ല എന്ന് തെളിയുന്നു. SDPIക്കാർ പറയുന്നിടത്തല്ല കേരളത്തിലെ മുസ്ലിമുകൾ എല്ലാം വോട്ട് ചെയ്യുക എന്ന് ആണയിടുന്ന നിരീക്ഷകരും ഉണ്ട്. പൗരത്വ നിയമകാര്യത്തിൽ CPM കാണിച്ച അത്യുത്സാഹം വിനയായതായി SDPI കരുതുന്നു എന്ന ഭാഷ്യവുമുണ്ട്. ഇതിലൂടെ അത് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാക്കി CPM BJPയെ സഹായിക്കുകയാണ് ചെയ്തതെന്നാണ് SDPIയിലെ ചിന്തകരുടെ വിലയിരുത്തൽ പോലും. മാത്രവുമല്ല, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരങ്ങളിൽ എടുത്ത കേസുകൾ പിണറായി സർക്കാർ പിൻവലിച്ചതും ഇല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ CPM വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെന്നും SDPIക്കാർക്ക് അഭിപ്രായം ഉണ്ടത്രേ. പൂഞ്ഞാറിൽ കാണിച്ചത് തമ്മാടിത്തരമാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും അവരെ അലോസരപ്പെടുത്തുന്നു. റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളായ RSSുകാർ എല്ലാം കോടതി വഴി രക്ഷപ്പെട്ടത് കോടതി പോലീസിനും പ്രോസിക്യൂഷനും എതിരെ പറഞ്ഞതും എല്ലാം ഇടതുമുന്നണിക്ക് വിനയായി. കേസിലെ വീഴ്ച CPM RSS ബന്ധത്തിന്റെ അടയാളമായി KPCC അധ്യക്ഷൻ K സുധാകരൻ കുറ്റപ്പെടുത്തി. മൗലവിയുടെ പ്രസ്താവന എന്തായാലും എല്ലായിടത്തും SDPIക്കാർ കോൺഗ്രസിന് പിന്തുണ കൊടുക്കില്ല എന്നാണ് ഇടത് നിരീക്ഷകർ പറയുന്നത്. ജയസാധ്യത നോക്കി ഇടത് വലത് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമത്രേ. കോഴിക്കോട് ഇടതുമുന്നണിയുടെ എളമരം കരീമിനെ പോസ്റ്ററുകളിൽ കരീമിക്ക എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു സൂചനയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കോൺഗ്രസിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും പിന്തുണ കൊടുക്കാനാണ് SDPIയുടെ നീക്കം എന്ന പ്രചരണമുണ്ട്. ഏതായാലും ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ വിമർശനം ആരംഭിച്ചു. ഇതോടെ കോൺഗ്രസിന്റെ വർഗീയ മുഖം പുറത്തായതായി അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് നിരോധിത സംഘടനയ്ക്ക് പിന്നാലെ പോയത് അപകടകരമായ രാഷ്ട്രീയമാണ്. ന്യൂനപക്ഷങ്ങളിൽ നിന്നും ഉയർന്ന വികാരം തണുപ്പിക്കുവാൻ നടത്തിയ ഈ നീക്കം മുസ്ലിം ജനവിഭാഗമാകെ തീവ്രവാദികൾ എന്ന് ചിത്രീകരിക്കുവാനും ഉപകരിക്കും, അദ്ദേഹം ചിത്രീകരിച്ചു. കോൺഗ്രസ് ഹിന്ദു തീവ്രവാദികളെയും മുസ്ലിം തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. മൂന്നാം പക്കം കോൺഗ്രസ് മുന്നണി SDPIയുടെ പിന്തുണ നിഷേധിച്ചതോടെ ഇക്കാര്യത്തിൽ ഇനി ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനാവില്ല. രഹസ്യമായി SDPI പിന്തുണ സ്വീകരിക്കുകയും ചെയ്യാം. തെരഞ്ഞെടുപ്പിൽ SDPIയുടെ എന്നല്ല ആരുടെ പിന്തുണയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്തുണ പ്രഖ്യാപിച്ചതിൽ സന്തോഷിക്കുന്ന കോൺഗ്രസുകാരും ഉണ്ടായിരുന്നിരിക്കാം. കോൺഗ്രസ് നേതാക്കളുടെയും ചാനലിലെ ന്യായീകരണക്കാരുടെയും വളരെ സൂക്ഷിച്ചുള്ള പ്രതികരണം കണ്ടപ്പോൾ പിന്തുണ എന്ന കെണിയിൽ കോൺഗ്രസ് വീണു എന്നാണ് മിക്കവരും കരുതിയത്. എന്നാൽ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നത് കൂടുതൽ ആപത്താവും ഉണ്ടാക്കുക എന്ന തിരിച്ചറിവോടെ പരസ്യമായി പ്രഖ്യാപിച്ച പിന്തുണ പരസ്യമായി തിരസ്കരിക്കുന്നതിന് കോൺഗ്രസ് ധൈര്യം കാണിച്ചു. SDPI കോൺഗ്രസ് മുന്നണിയോട് എങ്ങനെ പ്രതികരിക്കും എന്ന് കാത്തിരുന്ന് കാണണം. കോൺഗ്രസ് മുന്നണി ഹിന്ദു വർഗീയതയ്ക്ക് കീഴടങ്ങി എന്ന വിലയിരുത്തൽ ഉണ്ടാകാം. പക്ഷേ ഇതല്ലാതെ കോൺഗ്രസിന് മറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ജനാധിപത്യ മുന്നണിക്ക് തന്നെ പുത്തൻ വർഗീയ നിറം ഉണ്ടാകുമായിരുന്നു. കേരളത്തിലെ 10 വോട്ട് നോക്കാതെ കോൺഗ്രസ് ദേശീയ ലക്ഷ്യത്തോടെ നല്ല തീരുമാനം എടുത്തു. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.